നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവൽ തെയോഫിലോസ് മെത്രാപ്പോലീത്തയ്ക്ക് ഇടുക്കി മിഷൻ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സ്വീകരണം നൽകി. UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് B&B പെയിന്റ്സ് ഇരട്ടയാർ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവൽ തെയോഫിലോസ് മെത്രാപ്പോലീത്തയ്ക്ക് ഇടുക്കി മിഷൻ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സ്വീകരണം നൽകി. UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരുന്നു. കട്ടപ്പന സെന്റ് തോമസ് ബിലീവേഴ്സ് ദേവാലയത്തിൽ വെച്ചാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവൽ തെയോഫിലോസ് മെത്രാപ്പോലീത്തയ്ക്ക് സ്നേഹാദരവ് നൽകിയത്. UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി സന്ദർശനത്തിന് വേണ്ടി കടന്നു വന്ന ഈ വേളയിൽ അദ്ദേഹത്തോടുള്ള നമ്മുടെ ആദരവും നമുക്കുള്ള നമ്മുടെ ഒരു അഭിമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മീറ്റിംഗ് നമ്മളിവിടെ നടത്തുമ്പോൾ ഈ സഭയെ ഏറ്റവും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് നയിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ കൃപകളും ദൈവം അദ്ദേഹത്തിന് മേൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിലെ ആളുകളുടെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകമായ കരുതൽ നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം അനുഭവ പരിചയമുള്ള നമുക്കറിയാൻ കാലം ചെയ്ത നമ്മുടെ വലിയ മെത്രാപ്പോലീത്തയുടെ പിൻഗാമിയായി കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 35 വർഷക്കാലം എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് നല്ല അനുഭവ പരിചയമുള്ള തന്നെയുമല്ല സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ 17 വർഷക്കാലം അതിനുശേഷം ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ ആ നിലയിലെല്ലാം പ്രവർത്തിച്ച് ആണ് ഇന്ന് ഈ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ ലോകത്തിലെ 17 രാജ്യങ്ങളിലായുള്ള ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ ഇടയൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം വഹിക്കുന്നത്. ഏറ്റവും നല്ല ഒരു ഇടയനും അതോടൊപ്പം തന്നെ ആളുകളും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള കർണാടക ഭദ്രാസനാധിപൻ മാത്യൂസ് മോർ സിൽവാനോസ്കാർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവിധ ആശംസകളും ഈ നാടിൻ്റെ പേരിൽ ഞാൻ നേരുകയാണ്. വ്യോമനായ വലിയ തിരുമേനി മരണപ്പെട്ടിട്ട് അധികകാലമായിട്ടുണ്ട്. അദ്ദേഹമാണ് ബിലീവേഴ്സ് ചർച്ച് എന്നുള്ള നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ലോകമെമ്പാടുമുള്ള ആ ഒരു പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കുന്നതിന് സഹായിച്ചത് എല്ലാവരും നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ മുൻപോട്ട് പോയി. കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു വ്യോമനായ വലിയ തിരുമേനി. തീർച്ചയായും ആ തിരുമേനിയുടെ കരുണാകടാക്ഷം ഒരുപാട് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ജനപ്രതിനിധി എന്നുള്ള നിലയിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം എപ്പോഴും തിരുമേനിയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കേരള സമൂഹം വളരെ വികാരമായി കൂടിയിട്ടാണ് ഏറ്റുവാങ്ങിയത്. തീർച്ചയായും ബിലീവേഴ്സ് ചർച്ചിൻ്റെ നിരവധിയായ നേട്ടങ്ങളുടെ പട്ടികയിൽ ആ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു വളർച്ചയും പുരോഗതിയും ഒക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ ആക്കി അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് ദൈവാനുഗ്രഹത്താൽ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അഭിഷക്തനായിട്ടുള്ള സാമുവൽ തെയോഫിലോസ് പിതാവ് എല്ലാ തരത്തിലും ആ നേതൃതലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിന് സാധിക്കുമെന്നുള്ളത് എനിക്ക് അത് സംശയമില്ല. കഴിഞ്ഞ 10-35 വർഷക്കാലമായി സഭാ സമൂഹത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. വലിയ തിരുമേനിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആ ഒരു മഹത് വ്യക്തിത്വം ഏറ്റവും അറിയിക്കുന്ന തരത്തിൽ തന്നെ ഇന്ന് ആയി നിൽക്കുകയാണ്. തീർച്ചയായും കട്ടപ്പനയുടെ ഇടുക്കി ജില്ലയുടെ ഒക്കെ തന്നെ വികാരവായ്പകൾ മുൻപും ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ
സമൂഹം നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികളെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പ്രതിസന്ധികളെ സംബന്ധിച്ച് നമുക്കറിയാം. തുടർന്ന് മെത്രാപ്പോലിത്തയ്ക്ക് ആദരവ് നൽകി. തുടർന്ന് അഭിവന്ദ്യ മോറോൻമാർ ഡോക്ടർ സാമുവൽ തെയോഫിലോസ് മെത്രാപ്പോലിത്ത മറുപടി പ്രസംഗം നടത്തി. അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് അവസാനം എന്നെ പിടിച്ചപ്പോൾ ഇത് മനസ്സോടെ അല്ലെങ്കിലും മനസ്സോടെ ദൈവം ഏൽപ്പിക്കുന്നതിനെ വിട്ടയച്ചു പോകാനാണ് കേട്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എത്രയേ ഉള്ളൂ, കഴിവ് തരുന്ന ദൈവമാണ്, ആയുഷ് തരുന്ന ദൈവമാണ്, ആരോഗ്യം തരുന്ന ദൈവമാണ്, പണം തരുന്ന ദൈവമാണ്, കൂട്ടുകാരൻ തരുന്ന ദൈവമാണ്, നല്ല സാഹചര്യം കൊടുക്കുന്ന ദൈവമാണ്. എല്ലാം ദൈവത്തിൻ്റെ താഴെ. ആ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെട്ട് താഴ്മയോടെ, വിനയത്തോടെ, പ്രാർത്ഥനയോടെ ഈ സഭയെ നയിക്കുവാൻ സമൂഹത്തിന് ആവശ്യമായ എല്ലാവിധ നന്മകൾ ചെയ്തു കൊടുക്കുവാനും ഈ അടിയവനെയും സഭയിൽ ദൈവം തമ്പുരാൻ ശക്തിപ്പെടുത്തണം എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ കോട്ട, എൻ്റെ ബലം. ഈ നിങ്ങൾ സ്നേഹിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം അതിരൂപതയുടെ അഭിമന്യ പിതാവ് സിൽവാനോസ് പിതാവ്, തിരുമലയുടെ സ്നേഹമൊക്കെ എനിക്ക് വലിയ ഉത്തേജന, സ്നേഹിക്കാൻ തന്നെ പോലെ അറിയാവുന്നൊരു പിതാവാണ്, ശുശ്രൂഷിക്കാൻ അറിയാവുന്നൊരു പിതാവാണ്. ഇങ്ങനെയൊക്കെയുള്ള പിതാക്കന്മാരെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. അപ്പം ഇന്നലെയും ഇന്നുമൊക്കെ അഭിമന്യ പിതാവിനോട് ചേർന്ന് എനിക്ക് വായിക്കാൻ കഴിയും. ഞങ്ങളെല്ലാം ഓർമ്മ പ്രാർത്ഥിക്കും. ഇനിയും സമൂഹത്തെ ശ്രമിക്കുക എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചാക്കി. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ പള്ളിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞ കുർബാന മാത്രം നടത്തുന്ന അല്ല. ആ കുർബാന നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ അതൊരു കുർബാനയായി മാറും. കുർബാന എന്ന് പറഞ്ഞാൽ താങ്ക്സ്ഗിവിംഗ് അല്ലെ സാക്രിഫൈസ്, യാഗം, അതായി മാറും. അതായി മാറുമ്പോഴാണ് യഥാർത്ഥ സുവിശേഷമായി നിലനിൽക്കുവാനിടയാകും. അത് നിവർത്തിയെടുക്കേണ്ടത്, സാധിച്ചെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം തന്നെ അതാണ് ഏവങ്കലിയോ. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി, CSA കട്ടപ്പന ജില്ലാ ചെയർമാൻ ഫാദർ ഡോക്ടർ ബിനോയ് പി ജേക്കബ്, വെള്ളയംകുടി ബദേൽ മാർത്തോമ ചർച്ച് വികാരി ഫാദർ ജിതിൻ കെ വർഗീസ്, വാർഡ് കൗൺസിലർ ജോയി അനിത്തോട്ടം, സഭാ സെക്രട്ടറി ഫാദർ ഡാനിയൽ ജോൺസൺ, വികാരി ഫാദർ മനോജ് ചാക്കോ, മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ KJ തോമസ്, ഫാദർ അനിൽ C മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പപ്പ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു വീട് വെക്കുന്നേ? ഇതുപോലൊരു വീട് നമ്മൾ ഉടനെ വെക്കും. അപ്പൊ പെയിന്റ് ചെയ്യാൻ ഒരുപാട് കാശാവത്തില്ലേ? കാശൊക്കെ കുറച്ച് മതി. അതിനല്ലേ ഇരട്ടയാറ്റിലെ നമ്മുടെ B&B പെയിന്റ്സ് ഉള്ളത്. B&B പെയിന്റ്സ്. പെയിന്റുകൾ ഇനി 30% വരെ വിലക്കുറവിൽ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ പെയിന്റ്സുകളുടെ അംഗീകൃത വിതരണക്കാർ. നമ്പർ 1 വാട്ടർ പ്രൂഫിംഗ് ബ്രാൻഡുകളായ ഡോക്ടർ ഫിറ്റ്സിറ്റ്സ്, സോറിസ്കോട്ട് എന്നിവയുടെ എല്ലാവിധ പ്രൊഡക്റ്റുകളും. ബജാജ് EMI ഫിനാൻസ് സൗകര്യം. B&B പെയിന്റ്സ്, ഇരട്ടയാർ.